ോട് ഒരു തരത്തിലുമുള്ള സന്ധിയുമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുരിശ് നീക്കം ചെയ്ത നടപടി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. ഇതിലുള്ള അതൃപ്തിയാണ് ജില്ലാ ഭരണകൂടത്തെ സർക്കാർ അറിയിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ടി.പി. പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെയും മുഖ്യമന്ത്രി പറഞ്ഞത്? സൗമ്യ, കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച ഒരു നടപടി തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ അതൃപ്തി അവിടുത്തെ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മൂന്നാറിൽ ഒരു കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഒരു കുരിശ് പൊളിച്ച നടപടി ഒഴിവാക്കാമായിരുന്നു. കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്ന നടപടി സ്വീകരിച്ചുകൊണ്ടായിരിക്കും സർക്കാർ മുന്നോട്ട് പോവുക. കുടിയേറ്റക്കാർക്ക് പൂർണ്ണമായ രീതിയിൽ സംരക്ഷണം നൽകുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം പട്ടയമില്ലാത്തവർ ആയിരക്കണക്കിന് പേരാണ് നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 30-ന് മുമ്പ് പട്ടയം നൽകുന്ന നടപടികൾ ഉണ്ടാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം ശരിയായ സർവേ നമ്പർ നൽകാനുള്ള ചുമതല സർക്കാരിനാണെന്നും തെറ്റായ സർവേ നമ്പർ നൽകിയത് അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. പ്രധാനമായും മൂന്നാറിലെ കുരിശ് പൊളിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. കുരിശ് എന്ത് പിഴച്ചു, ഇതിന്റെ മേൽ കൈവെക്കുന്ന സർക്കാരിനോട് അവിടുത്തെ ജില്ലാ ഭരണകൂടം അടക്കമുള്ളവർ ആലോചിക്കേണ്ടിയിരുന്നു. ഇതൊക്കെ കേരളത്തിലെ നല്ലൊരു വിഭാഗം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒന്നാണെന്നും ജില്ലാ ഭരണകൂടത്തിൽ മുഖ്യമന്ത്രിയുടെ സർക്കാർ ഗൗരവമായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നതെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ടി.പി. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഇടുക്കി സൂര്യനെല്ലിയിൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് തുടരുന്നു. ദേവികുളം തഹസിൽദാരുടെ നേതൃത്വത്തിലാണ് നടപടി. പാപ്പാത്തിച്ചോലയിൽ കയ്യേറി നിർമ്മിച്ച കുരിശ് പൊളിച്ചു നീക്കി. സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മതികെട്ടാൻ ചോലയ്ക്ക് സമീപമുള്ള പാപ്പാത്തിച്ചോലയിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടന്നത്. തൃശൂർ ആസ്ഥാനമായ ആത്മീയ സ്ഥാപനം കയ്യേറി കുരിശ് സ്ഥാപിച്ച സ്ഥലമാണ് ഒഴിപ്പിച്ചത്. നേരത്തെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ റവന്യൂ വകുപ്പ് നടത്തിയ ശ്രമം വിശ്വാസികളുടെ എതിർപ്പിനെ തുടർന്ന് നിർത്തിവെച്ചിരുന്നു. കുരിശുൾപ്പെടെയുള്ള മതബിംബങ്ങൾ മാറ്റി സ്വയം ഒഴിഞ്ഞു പോകണമെന്ന് കാണിച്ച് റവന്യൂ വകുപ്പ് കയ്യേറ്റക്കാർക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇവർ കയ്യേറ്റ ഭൂമിയിൽ നിന്നും ഒഴിയാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിലായിരുന്നു ഒഴിപ്പിക്കൽ നടപടി സ്വീകരിച്ചത്. കയ്യേറ്റ ഭൂമിയിലേക്കുള്ള പ്രവേശന കവാടത്ത് മാർഗതടസ്സം സൃഷ്ടിച്ച കാർ JCB ഉപയോഗിച്ച് മാറ്റിയ ശേഷമാണ് റവന്യൂ സംഘം നടപടികൾ ആരംഭിച്ചത്. കയ്യേറ്റക്കാർക്കെതിരെ നിയമ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. മൂന്നാറിൽ കഴിഞ്ഞ ദിവസം കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷം കണക്കിലെടുത്ത് പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു. കയ്യേറ്റം ഒഴിപ്പിക്കുന്ന സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ദേവികുളം തഹസിൽദാരുടെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. സുരക്ഷയ്ക്കായി ദേവികുളം CIയും മൂന്നാർ SIയുടെയും നേതൃത്വത്തിൽ 100-ൽ പരം പോലീസുകാരെയും സ്ഥലത്ത് വിന്യസിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. KPCC അധ്യക്ഷനെ തീരുമാനിക്കാൻ ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ. ഉമ്മൻചാണ്ടിയും VM സുധീരനും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിനിടെ KPCC അധ്യക്ഷനാകാനില്ലെന്ന കാര്യം ഉമ്മൻചാണ്ടി ആവർത്തിച്ചു. ഇക്കാര്യത്തിൽ തന്റെ മുൻ നിലപാട് മാറ്റേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. KPCCയുടെ താൽക്കാലിക അധ്യക്ഷനെ മാറ്റി സ്ഥിരം അധ്യക്ഷനെ നിയമിക്കുന്നതിനെക്കുറിച്ച് തിരക്കിട്ട ചർച്ചകളാണ് ദില്ലിയിൽ പുരോഗമിക്കുന്നത്. 5 വർഷത്തേക്ക് പാർട്ടി സ്ഥാനമാനങ്ങൾ സ്വീകരിക്കില്ലെന്ന് ഉമ്മൻചാണ്ടി രാഹുലിനെ അറിയിച്ചു. പുതിയ KPCC അധ്യക്ഷനെ സംഘടനാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. പ്രവർത്തന രംഗത്ത് നിന്ന് മാറുകയല്ല, ഒരു സ്ഥാനം എടുത്തുകൊണ്ടുള്ള പ്രവർത്തനത്തിന് ഞാനില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല എനിക്കായിരുന്നു. അതിലുണ്ടായ ഒരു ജനവിധി അത് അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ ഞാനെടുത്ത തീരുമാനമാണ്. അതിന് ഒരു മാറ്റവും ഇല്ല, ഒരു മാറ്റവും വേണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല. ബൂത്ത് തലം വരെ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പും മണ്ഡലതലം മുതൽ മുകളിലോട്ട് ഭാരവാഹികളെ നാമനിർദ്ദേശം ചെയ്യണമെന്നുള്ള ഗ്രൂപ്പിന്റെ ആവശ്യം രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ ഉമ്മൻചാണ്ടി സമ്മതിച്ചു. എന്നാൽ പുതിയ അധ്യക്ഷൻ ആരെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന് ആശയക്കുഴപ്പം തുടരുന്നു. KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവർ അധ്യക്ഷ സ്ഥാനത്തിനായി രംഗത്തുണ്ട്. ജില്ലാതലം മുതൽ നാമനിർദ്ദേശം വന്നാൽ സ്ഥാനങ്ങൾ ഗ്രൂപ്പുകൾക്ക് വീതം വയ്ക്കാനാകും. നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചേരിതിരിഞ്ഞുള്ള അടിക്കും തർക്കത്തിനും വഴിവെക്കുമെന്ന ആശങ്കയും നേതാക്കൾ ഹൈക്കമാൻഡ് വൃത്തങ്ങളോട് പങ്കുവയ്ക്കുന്നു. നാമനിർദ്ദേശത്തിലൂടെ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കൾ നടത്തുന്നത്. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. അർഹതയുള്ളവർ മുൻനിരയിലെത്തണമെന്ന് VM സുധീരൻ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പരസ്യമായി ചർച്ച ചെയ്യേണ്ടതില്ലെന്നും സുധീരൻ. ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ തന്നെ അതിൻ്റെ അർഹതയുള്ള പ്രവർത്തകർ മുൻനിരയിൽ വരത്തക്ക രീതിയിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിലുള്ള
ഒരു ഒരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ തർക്കത്തിലേക്കോ പോകാതെ ഭംഗിയായി നടത്തുക, അങ്ങനെ നടത്താൻ സാധിക്കും. ഏതായാലും ഈ കാര്യത്തിലേക്കൊരു ചർച്ചയിലൂടെ ഒരു സമവായം ഉണ്ടാകുന്നതും നല്ലതാണ്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടി കണക്കിലെടുത്ത് പരിഹാര നിർദ്ദേശവുമായി BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ. 2019 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിൽ NDA വിപുലീകരിക്കാനാണ് നിർദ്ദേശം. NDAയോട് സഹകരിക്കാൻ കഴിയുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് കുമ്മനം. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വോട്ടിംഗ് മുന്നേറ്റമുണ്ടാക്കാൻ BJPക്ക് സാധിക്കാത്ത സാഹചര്യത്തിലാണ് കേരള നേതാക്കളെ അടിയന്തരമായി ദില്ലിക്ക് വിളിപ്പിച്ചത്. BJP ദേശീയ സംഘടനാ സെക്രട്ടറി രാംലാലിന്റെ സാന്നിധ്യത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, V മുരളീധരൻ, PK കൃഷ്ണദാസ് തുടങ്ങിയവരാണ് അമിത്ഷായ്ക്ക് വിശദീകരണം നൽകിയത്. നിലവിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ BJP ശക്തിപ്പെടുത്തുന്നതിനുപരി കേരളത്തിൽ NDA വിപുലീകരിക്കാനാണ് അമിത്ഷാ നേതാക്കൾക്ക് നൽകിയ നിർദ്ദേശം. മതസംഘടനകളുടെ ഉൾപ്പെടെ പിന്തുണ തേടണമെന്നും കൂടുതൽ രാഷ്ട്രീയ കക്ഷികളെ സഹകരിപ്പിച്ച് താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും അമിത്ഷാ നിർദ്ദേശം നൽകി. സഹകരിപ്പിക്കാൻ കഴിയുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കുമ്മനം പ്രതികരിച്ചു. കഴിയുന്നത്ര രാഷ്ട്രീയ കക്ഷികളെയും പ്രമുഖ വ്യക്തിത്വങ്ങളെയും എല്ലാം സമ്പർക്കം ചെയ്തുകൊണ്ട് NDAയുടെ പ്രവർത്തനം വിപുലവും വ്യാപകവുമാക്കുവാനാണ് ദേശീയ അധ്യക്ഷൻ നൽകിയിട്ടുള്ള നിർദ്ദേശം. സംഘടനാ സംവിധാനം വിപുലീകരിക്കുന്നു എന്ന പേരിൽ സംസ്ഥാന നേതൃത്വത്തിലെ പൊളിച്ചെഴുത്തും ദേശീയ നേതൃത്വം പരിഗണിക്കുന്നു. ജൂലൈ 25, 26, 27 തീയതികളിൽ അമിത്ഷാ കേരളത്തിലെത്തും. ഇതിന്റെ ഭാഗമായി കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് സംസ്ഥാന ഭാരവാഹികളിൽ ആരെയെങ്കിലും കൊണ്ടുവരാനും സാധ്യതയുണ്ട്. രാഷ്ട്രീയമായി ഒത്തുപോകുന്ന കൂടുതൽ കക്ഷികളെ ഒപ്പം നിർത്തുക എന്ന് തുടങ്ങി പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഒരുപാടുണ്ടെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇനിയും അമിത്ഷായുടെ തന്ത്രങ്ങൾ വിലപ്പോവുമോ എന്നാണ് അറിയേണ്ടത്. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ദില്ലി. കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന നയങ്ങളെ വിമർശിച്ച മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ കാണുന്ന രീതിയിലാണ് സംസ്ഥാനങ്ങളെ കേന്ദ്രം കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഏറ്റുമുട്ടലിന്റെ പാത കേന്ദ്രം ഉപേക്ഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. AKG പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. AKG പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യവെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനങ്ങളോടുള്ള കേന്ദ്ര നിലപാടിനെ നിശിതമായി വിമർശിച്ചത്. സംസ്ഥാനത്തെ പഴയ സാമ്രാജ്യത്വം കോളനികളെ കണ്ട മാതിരിയിൽ കേന്ദ്രം കാണുന്ന ഒരു രീതിയടക്കം വന്നു പോവുകയാണ്. യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? ശക്തമായ കേന്ദ്രവും സമൃദ്ധമായ സംസ്ഥാനങ്ങളുമാണ് ആവശ്യം. സംസ്ഥാനങ്ങളെ ആകെ ദുർബലപ്പെടുത്തി ഞെരിച്ചമർത്തി കേന്ദ്രം ശക്തിപ്പെടുകയല്ല വേണ്ടത്. സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരുകളുടെ ഇംഗിതം നടപ്പിലാക്കാൻ ഗവർണർമാരെ ചട്ടുകമാക്കുകയാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഗോവയിലും മണിപ്പൂരിലും സമീപകാല സംഭവങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കേന്ദ്ര സർക്കാർ പുലർത്തുന്ന നിലപാടിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന്റെ ഏജന്റന്മാരല്ല, സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന്റെ ദാസന്മാരല്ല. ശക്തമായ സംസ്ഥാനങ്ങൾ നിലനിന്നെങ്കിൽ മാത്രമേ ശക്തമായ ഒരു കേന്ദ്രത്തിന് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പൊളിച്ചെഴുത്തുണ്ടാകണമെങ്കിൽ അത് വരുത്തുക എന്നുള്ളത് തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന അധികാരം വികേന്ദ്രീകരിച്ച് നൽകിയ മാതൃകയിൽ കേന്ദ്ര സർക്കാരിന്റെ അധികാരങ്ങൾ സംസ്ഥാനങ്ങൾക്കും വികേന്ദ്രീകരിച്ച് നൽകണമെന്ന് മുൻ ധനകാര്യമന്ത്രി KM മാണി അഭിപ്രായപ്പെട്ടു. കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളിൽ അമിതാധികാരം നൽകുന്ന നിയമങ്ങളിൽ പുനർവിചിന്തനമുണ്ടാകണമെന്ന് ഹിന്ദു ദിനപത്രത്തിന്റെ മുൻ പത്രാധിപർ N റാം അഭിപ്രായപ്പെട്ടു. കേന്ദ്രത്തിന്റെ പല നയങ്ങളും കേരളത്തിന് ദോഷകരമായി ബാധിക്കുന്നതായും റേഷൻ പ്രതിസന്ധി ഇതിന് ഉദാഹരണമാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, AKG പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ A വിജയരാഘവൻ എന്നിവർ സംസാരിച്ചു. പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ പ്രഭാത് പട്നായിക് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കയ്യേറ്റത്തോട് ഒരു തരത്തിലുമുള്ള സന്ധിയുമില്ലെന്ന് പിണറായി വിജയൻ. കുരിശ് നീക്കം ചെയ്ത നടപടി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. ഇതിലുള്ള അതൃപ്തിയാണ് ജില്ലാ ഭരണകൂടത്തെ സർക്കാർ അറിയിച്ചത്. കേരളത്തിലെ LDF സർക്കാർ കുരിശിനെതിരെ എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും പിണറായി പറഞ്ഞു. എന്ത് പഴച്ചു കുരിശ്? ഈ പറയുന്ന കുരിശെന്നത് ഈ കേരളത്തിലെ ഒരു നല്ലൊരു വിഭാഗം ജനങ്ങൾ വലിയ തോതിൽ വിശ്വസിക്കുകയും പ്രതീക്ഷയോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു അടയാളമാണല്ലോ. അതിന്റെ മേലെ കൈവെക്കാൻ പോകുമ്പോൾ ഈ സംസ്ഥാനത്തൊരു സർക്കാർ ഉണ്ടാകുമ്പോൾ ആ സർക്കാരുമായി ആലോചിക്കാൻ തയ്യാറാകണ്ടേ? ഇന്ന് കാലത്ത് അവിടുത്തെ ജില്ലാ ഭരണാധികാരിയെ വിളിച്ച് ഞാൻ ചോദിച്ച ചോദ്യമാണിത്.
നിങ്ങൾ ആരോട് ചോദിച്ചാണ് ഇത് ചെയ്തത്? ഇവിടെ ഒരു സർക്കാരുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? എന്തുകൊണ്ട് നിങ്ങൾ അതിന് തയ്യാറായില്ല? എന്തിനാണ് എന്തോ മഹാകയ്യേറ്റം എന്ന മട്ടിലുള്ള ഒരു ഭീകരമായ ഒഴിപ്പിക്കലിന് തയ്യാറെടുത്തത്? 144 അവിടെ പ്രഖ്യാപിക്കുന്നു. ആ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നില്ല ഇതെല്ലാം പൊളിച്ചു കഴിഞ്ഞു. ഞാൻ അപ്പോൾ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ അവിടെ പൊളിക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട് കാണുന്നത്. അവരെ പൂർണ്ണമായും തിരിച്ചു വരണം, 144 പിൻവലിക്കണം. അവിടെയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. കാരണം അനാവശ്യമായ ഒരു വികാരം സൃഷ്ടിക്കാനാണ് ഉദ്ദേശം. കേരളത്തിലെ LDF സർക്കാർ കുരിശിനെതിരെ യുദ്ധം നടത്തുന്ന ഒരു സർക്കാരാണ് എന്ന പ്രതീതി ഉണ്ടാക്കലല്ലേ ഇതിന്റെ പിന്നിൽ? ഇത് വളരെ ഗൗരവമായിട്ടാണ് സർക്കാർ കാണുന്നത്. തെറ്റായ ഒരു നീക്കത്തെയും വെച്ചു പൊറുപ്പിക്കാനും ഈ സർക്കാർ തയ്യാറാകില്ല. ഏതെങ്കിലും തരത്തിൽ ശരിയല്ലാത്ത ഒരു നടപടി ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഈ കുരിശുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റുന്ന കേന്ദ്രങ്ങളുണ്ടല്ലോ. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ക്രൈസ്തവ സഭകളും ഈ സർക്കാരുമായി നല്ല ബന്ധത്തിൽ നിൽക്കുകയാണ്. അവരുമായി എല്ലാം സംസാരിക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെ കുരിശ് എവിടെയുണ്ട്, അത് ഇത്തരമൊരു നിലപാടാണ്, തെറ്റായ രീതിയിലാണ് സ്ഥാപിക്കപ്പെടുന്നത്, അത് മാറ്റേണ്ടതുണ്ട് എന്ന് അവരോട് പറഞ്ഞാൽ ചിലപ്പോൾ അവർ തന്നെ മാറ്റും, അല്ലെങ്കിൽ അവരോട് പറഞ്ഞുകൊണ്ട് തന്നെ മാറ്റാലോ. പീപ്പിൾ ഇംപാക്ട് KSRTC ദേശസാൽകൃത റൂട്ടുകളിലൂടെ അനധികൃത സർവീസ് നടത്തുന്ന 18 സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് ഒരാഴ്ചത്തേക്ക് റദ്ദ് ചെയ്തു. കോഴിക്കോട് വയനാട് ദേശസാൽകൃത റൂട്ടിലൂടെ സ്വകാര്യ ബസ്സുകൾ നിയമം ലംഘിച്ച് സർവീസ് നടത്തുന്നത് സംബന്ധിച്ച് പീപ്പിൾ TV നേരത്തെ വാർത്ത നൽകിയിരുന്നു. കോഴിക്കോട് വയനാട് ദേശസാൽകൃത റൂട്ടിലൂടെ അനധികൃതമായി സർവീസ് നടത്തുന്ന 18 സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റാണ് ഒരാഴ്ചത്തേക്ക് റദ്ദാക്കിയത്. പീപ്പിൾ TV വാർത്തയെ തുടർന്ന് RTIയും KSRTCയും പോലീസും സംയുക്ത പരിശോധന ശക്തമാക്കിയിരുന്നു. നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് വയനാട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം ഗതാഗത വകുപ്പാണ് നടപടിയെടുത്തത്. 1986 മുതലാണ് കോഴിക്കോട് വയനാട് റൂട്ടിൽ നിബന്ധനകളോടെ സർവീസ് നടത്താൻ സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് നൽകിയത്. ദേശസാൽകൃത റൂട്ടിൽ നേരിട്ട് പ്രവേശിച്ച് സർവീസ് നടത്താൻ അനുമതിയില്ലാത്ത സ്വകാര്യ ബസ്സുകൾ ഗ്രാമീണ മേഖലയിലേക്ക് സർവീസ് നടത്താൻ ലഭിച്ച പെർമിറ്റിന്റെ മറവിൽ ദേശസാൽകൃത റൂട്ടിലൂടെ സർവീസ് നടത്തിവരികയായിരുന്നു. ഇതുമൂലം KSRTCക്ക് ലഭിക്കേണ്ട വരുമാനത്തിൽ നിന്ന് ലക്ഷങ്ങളുടെ ചോർച്ചയാണ് ഉണ്ടാവുന്നത്. പെർമിറ്റ് റദ്ദാക്കിയതിൽ വയനാട് ജില്ലക്കകത്തും കോഴിക്കോടേക്കും സർവീസ് നടത്തുന്ന ബസ്സുകളുണ്ട്. നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നേരത്തെ നോട്ടീസ് നൽകിയിട്ടും മറുപടി നൽകാത്ത ബസ്സുകൾക്കെതിരെയാണ് നടപടിയെടുത്തത്. സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കിയ സാഹചര്യത്തിൽ യാത്രാക്ലേശം കുറക്കാൻ 8 ഷെഡ്യൂളുകളിലായി പുതിയ സർവീസുകൾ KSRTC വിവിധ ഡിപ്പോകളിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നും സർവീസ് നടത്തുന്ന 10 ബസ്സുകളുടെ സർവീസ് റദ്ദാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കോഴിക്കോട് RTI അധികൃതരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ബസ്സുകൾക്കെതിരെയും നടപടി സ്വീകരിക്കും. പരിശോധന ശക്തമാക്കാനും നിയമലംഘനം ആവർത്തിച്ചാൽ ബസ്സുകളുടെ പെർമിറ്റ് പൂർണ്ണമായും റദ്ദാക്കാനുമാണ് അധികൃതരുടെ തീരുമാനം. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചരിത്രത്തിൽ ഇന്നോളമില്ലാത്ത വരൾച്ചയാണ് വയനാടൻ കാടുകൾ ഇത്തവണ നേരിട്ടത്. വന്യമൃഗങ്ങൾക്ക് ദാഹജലം കാട്ടിലെത്തിച്ചു കൊടുക്കേണ്ടി വന്നു വനം വകുപ്പിന്. വരൾച്ച തുടർന്നാൽ ഇത് വ്യാപകമാക്കുവാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. കാടിനുള്ളിലെ കുളങ്ങളിൽ വന്യമൃഗങ്ങൾക്ക് വെള്ളമെത്തിച്ചു കൊടുക്കേണ്ടി വന്നു ചരിത്രത്തിലാദ്യമായി വനംവകുപ്പിന്. കാട്ടിലെ നീരുറവുകൾ വറ്റിയതോടെ ദാഹജലത്തിനായി അലയുന്ന വന്യമൃഗങ്ങൾക്ക് ഇത് ആശ്വാസമായി. കുറിച്യാട്, മുത്തങ്ങ റേഞ്ചുകളിലാണ് ആദ്യഘട്ടത്തിൽ വെള്ളമെത്തിച്ചത്. വന്യജീവി സങ്കേതത്തിൽ കൂടി ഒഴുകുന്ന നൂൽപ്പുഴയിൽ നിന്നുമാണ് ലോറികളിൽ വെള്ളമെത്തിച്ച് കുളങ്ങൾ നിറച്ചത്. ഇതിനിടെ ലഭിച്ച താൽക്കാലിക വേനൽ മഴ ചിലയിടങ്ങളിൽ ആശ്വാസമായിട്ടുണ്ട്. എങ്കിലും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇനിയും വരൾച്ചയെത്താനുള്ള സാധ്യതയാണ് വനംവകുപ്പ് കാണുന്നത്. കാരാപ്പുഴയിൽ നിന്നും വേണ്ടി വന്നാൽ വെള്ളമെടുക്കാൻ കളക്ടർ അനുമതിയും നൽകിയിട്ടുണ്ട്. നേരത്തെ 5000 ലിറ്ററിന്റെ 2 ടാങ്കുകളിൽ ജലം നിറച്ചാണ് വറ്റിയ കുളങ്ങളിലേക്ക് മൃഗങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചത്. കുടിനീരെത്തിയതോടെ ഇവിടങ്ങളിൽ മൃഗങ്ങൾ കൂട്ടമായി തമ്പടിച്ചിരുന്നു. വേനൽ കനത്താൽ ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ തുടരാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, വയനാട്. തൃശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള പൂരം എക്സിബിഷനിൽ ഔഷധി പവലിയൻ തുറന്നു. ഔഷധി ചെയർമാൻ KR വിശ്വംഭരൻ IAS പവലിയന്റെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. ഔഷധി ഫെയർനെസ് പാക്ക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വലിയ നിരയാണ് പൂരപ്രദർശന നഗരിയിൽ ഒരുക്കിയിരിക്കുന്നത്. മെയ് 22 വരെയാണ് എക്സിബിഷൻ ഗ്രൗണ്ടിൽ ഔഷധി പവലിയന്റെ പ്രവർത്തനം. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ ആർട്ട് ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു ലോകം ഒരു ഭാഷ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ബാബ അലക്സാണ്ടറാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. മെഡിറ്റേഷൻ, സോഫ്റ്റ് സ്കിൽ, തൊഴിൽ ഇന്റർവ്യൂ തുടങ്ങിയ വിഷയങ്ങളും അടങ്ങുന്നതാണ് പരിശീലനം. ലളിതവും സരസവുമായ പ്രവർത്തനത്തിലൂടെ ഇംഗ്ലീഷ് ആശയവിനിമയ ശേഷി വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ബാബ അലക്സാണ്ടർ പറഞ്ഞു.